students, welcome to Listening. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രയാങ്കിൾ ഡിവിഷൻ എന്ന് പറഞ്ഞ സെക്ഷനിലെ ആക്ടിവിറ്റിയിലെ പ്രോബ്ലംസ് ആണ്. ഇനി ബാക്കിയുള്ള സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഏഴാമത്തെ പ്രോബ്ലത്തിലേക്ക് പോവാം. ഏഴാമത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ ഹിഞ്ചായിട്ട് തന്നിരിക്കുന്നത് ഇതാണ്. രണ്ട് പാരലൽ ലൈൻസിന്റെ ഇടയിലുള്ള രണ്ട് ട്രയാങ്കിൾസ് നമുക്കിവിടെ കാണാം. ഷെയ്ഡഡ് റീജിയൻ. ഈ ഷെയ്ഡഡ് റീജിയന്റെ ഏരിയ ഈക്വൽ ആണെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഇവിടുത്തെ ഹിഞ്ച് എന്ന് പറയുന്നത് പാരലൽ ലൈൻസിന്റെ ഇടയിലാണ് രണ്ട് ട്രയാങ്കിൾ കിടക്കുന്നത്. പാരലൽ ലൈൻസ്. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ ഈക്വൽ ആണെന്ന്. അപ്പൊ നമുക്ക് ഈ ഒരു ഫിഗറിനെ നമുക്ക് ഒന്നും കൂടി ഒന്ന് വരച്ചു നോക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഹിഞ്ച് എന്താണ്? രണ്ട് പാരലൽ ലൈൻസ്. സോ നമുക്ക് ആദ്യം തന്നെ രണ്ട് പാരലൽ ലൈൻസ് വരയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് ആണ് ഉള്ളത് അല്ലെ? സോ നമുക്ക് ആ രണ്ട് ട്രയാങ്കിൾസിനെ ഒന്ന് കൺസ്ട്രക്ട് ചെയ്യാം. സപ്പോസ് ഇതാണ് ആദ്യത്തെ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിന് ഞാൻ പേര് കൊടുക്കുകയാണ് ട്രയാങ്കിൾ എ ബി സി. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് ഒരു ട്രയാങ്കിളും കൂടി ഉണ്ട് അല്ലെ? സോ ആ ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാം. ആ ട്രയാങ്കിള് ഇങ്ങനെയാണ് കിടക്കുന്നത് അല്ലെ? സോ ആ ട്രയാങ്കിളിന്റെ പേരാണ് എ ഡി സി. ഓക്കെ, നമ്മളിപ്പോ എന്താ ചെയ്തത്? രണ്ട് പാരലൽ ലൈൻസ് ആണ് ഉള്ളത് എന്ന് നമുക്കറിയാം. സോ രണ്ട് പാരലൽ ലൈൻസ് വരച്ചു, അതുപോലെ തന്നെ രണ്ട് ട്രയാങ്കിൾസ് വരച്ചു. ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ എ ഡി സി. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് രണ്ട് ട്രയാങ്കിൾ കിട്ടി. ഇപ്പോ ഈ ഫിഗറിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം എന്താണ് ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയയും ഈക്വൽ ആണെന്ന് അല്ലെ? എന്താണ് ഇതിന്റെ കാര്യം? എങ്ങനെയാണ് ഇവരുടെ ഏരിയ ഈക്വൽ ആവുന്നത്? നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ ഫസ്റ്റ് വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്താണ്? രണ്ട് പാരലൽ ലൈൻസിന്റെ ഇടയിലുള്ള ട്രയാങ്കിൾസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ? എന്തായിരുന്നു അത്? ആ റിസൾട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? Triangles having their base and the third vertex on a line which is parallel to its base will have equal areas. എന്താണ്? ഏതൊക്കെ ട്രയാങ്കിൾസ് ആണ് അവയുടെ ബേസും അതുപോലെ തേർഡ് വെർട്ടെക്സ് നിൽക്കുന്ന ആ ലൈനും പാരലൽ ആയിട്ട് വരുന്നത് ആ ട്രയാങ്കിൾസിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈക്വൽ ആണ്. ഓക്കെ, സോ ഇവിടുത്തെ രണ്ട് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ എ ഡി സിയും ആണ് അല്ലെ? ഈ രണ്ട് ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്നത് എ സി ആണ്. സോ ബേസ് എന്ന് പറയുന്നത് എ സി ആൻഡ് തേർഡ് വെർട്ടെക്സ് എന്ന് പറയുന്നത് ഡിയും ബിയും ആണ് അല്ലെ? ഈ ഡിയും ബിയും ഈ ഒരു പാരലൽ ലൈനിലാണ് കിടക്കുന്നത് അല്ലെ? നമ്മുടെ എ സി എന്ന് പറയുന്ന ഈ ബേസിന് പാരലൽ ആയിട്ടുള്ള ലൈനിലാണ് ഡിയും ബിയും എന്ന് പറഞ്ഞ തേർഡ് വെർട്ടെക്സ് കിടക്കുന്നത്. സോ നമുക്ക് പറയാം ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി. ഓക്കെ, സോ ഞാൻ ഇതിവിടെ എഴുതണം. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി യൂസിങ് ഫസ്റ്റ് റിസൾട്ട്, ഈ ചാപ്റ്ററിന്റെ ആദ്യത്തെ റിസൾട്ട് വെച്ചിട്ട്. ഓക്കെ, ഇനി നമുക്ക് ട്രയാങ്കിൾ എ ബി സിനെ കൺസിഡർ ചെയ്യാം. സോ ട്രയാങ്കിൾ എ ബി സി. സോ ട്രയാങ്കിൾ എ ബി സിയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ലൈന് വന്ന് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഈ ട്രയാങ്കിളിനെ അല്ലെ? സപ്പോസ് ഇ എന്ന് പറഞ്ഞൊരു പോയിന്റ്. സോ എ ബി സി എന്ന് പറഞ്ഞ ലൈന് നിങ്ങൾ നോക്കുക. സോ ആ ട്രയാങ്കിൾ നിങ്ങൾ നോക്കുക. ആ ട്രയാങ്കിൾ സി ഇ എന്ന് പറഞ്ഞൊരു ലൈന് വന്ന് എന്താണ് രണ്ടായിട്ട് ഭാഗിക്കുന്നുണ്ട് എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്. സോ നമുക്ക് ട്രയാങ്കിൾ എ ബി സിനെ എങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് ട്രയാങ്കിൾ എ ബി സി is equal to എന്താണ്? ട്രയാങ്കിൾ എ ഇ സി പ്ലസ് ട്രയാങ്കിൾ സി ഇ ബി അല്ലെ? ദാറ്റ് ഈസ് ട്രയാങ്കിൾ എ ബി സി is equal to ഏരിയ ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഇ സി പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇ സി ബി. ഓക്കെ, ഇനി അതുപോലെ തന്നെ ട്രയാങ്കിൾ എ ഡി സിയെ കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ എ ഡി സി എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷൻ
ഈ ഒരു പോർഷൻ നോക്കുകയാണെങ്കിലും ട്രയാങ്കിൾ എ ഡി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളില് എ ഇ എന്ന് പറഞ്ഞൊരു ലൈൻ വന്ന് ഈ ട്രയാങ്കിളിനെ രണ്ടായിട്ട് വിഭജിക്കുന്നുണ്ട് അല്ലെ. ഏതൊക്കെ ട്രയാങ്കിൾ ആയിട്ടാണ്? ട്രയാങ്കിൾ എ ഇ സിയും ട്രയാങ്കിൾ എ ഡി ഇയും. ഓക്കെ, സോ നമുക്ക് ട്രയാങ്കിൾ എ ഡി സിയെയും ഇതുപോലെ എഴുതാം. ദാറ്റ് ഈസ് ഏരിയ ഓഫ് triangle ADC is equal to area of triangle AEC plus area of triangle ADE. Okay, എന്താണ് ഇവിടെ ചെയ്തത്? രണ്ട് ട്രയാങ്കിൾ രണ്ട് പാരലൽ ലൈനിന്റെ ഇടയിലായതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് റിസൾട്ട് വെച്ച് നമുക്ക് പറയാം ഈ രണ്ട് ട്രയാങ്കിൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി. ഇനി ട്രയാങ്കിൾ എ ബി സിനെ നമ്മൾ രണ്ട് ട്രയാങ്കിൾ ആയിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. കാരണം സിഇ എന്ന് പറഞ്ഞ ലൈന് ഈ ട്രയാങ്കിളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അത് നമ്മൾ ഇവിടെ എഴുതി. അതുപോലെ തന്നെ ട്രയാങ്കിൾ എ ഡി സിയെയും എ എന്ന് പറഞ്ഞ ലൈന് രണ്ട് ട്രയാങ്കിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്കിവിടെ എന്താണ് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ എന്താണ് കണ്ടത്? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി അല്ലെ. സോ ഈ രണ്ട് ഏരിയ എന്താണ്? ഈക്വൽ ആണ്. ഇവിടെ എൽ എച്ച് എസ് ഈക്വൽ ആണ്. എൽ എച്ച് എസ് ഈക്വൽ ആണെങ്കിൽ ആർ എച്ച് എസും ഈക്വൽ ആണ് അല്ലെ. സോ നമുക്ക് പറയാം ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഇ സി പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇ സി ബി ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഇ സി പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി. ഓക്കെ, നമുക്കത് എഴുതാം. ദാറ്റ് ഈസ് area of triangle AEC plus area of triangle ECB equal to area of triangle AEC plus area of triangle ADE. ഇങ്ങനെ എന്തുകൊണ്ടാണ് എഴുതുന്നത്? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി അല്ലെ. സോ ഇവിടെ എൽ എച്ച് എസ് ഈക്വൽ ആയതുകൊണ്ട് ആർ എച്ച് എസും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഇ സിയും ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഇ സി എന്താണ്? കോമൺ ആണ്. കോമൺ ആവുമ്പോൾ എന്താണ്? നമുക്ക് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുമ്പോൾ ബാക്കി എന്താ വരുന്നത്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇ സി ബി ഈ ഏരിയയും അതുപോലെ തന്നെ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ഇ എന്തായി? ഈക്വൽ ആണെന്ന് കിട്ടി. സോ ഇത് തന്നെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എന്താണ്? ഈ രണ്ട് ട്രയാങ്കിൾ എ ഡി ഇന്റെ ഏരിയയും അതുപോലെ തന്നെ സിഇ ബി എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ ഏരിയയും എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഏഴാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. പ്രോബ്ലത്തിലും ഒരു ഫിഗർ ആണ് തന്നത്. ഇവിടെ നമുക്കൊരു ട്രപ്പീസിയാണ് തന്നത്. ഓക്കെ, സോ ഞാൻ ട്രപ്പീസിയത്തിന് എ ബി സി ഡി എന്ന് പറഞ്ഞ് പേര് കൊടുത്തു. ഓക്കെ ആണല്ലോ. ഒരു ട്രപ്പീസിയം തന്നിട്ടുണ്ട്. ആ ട്രപ്പീസിയത്തിന് രണ്ട് ഡയഗണൽസും വരച്ചു. ദാറ്റ് ഈസ് എ സി എന്നും ബി ഡി എന്നും പറഞ്ഞ രണ്ട് ഡയഗണൽസും നമ്മൾ ജോയിൻ ചെയ്തു. അപ്പോ നമുക്കിവിടെ 4 ട്രയാങ്കിൾസ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതാണ്, ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രപ്പീസിയം എ ബി സി ഡി. എന്താണ്? എ ബി സി ഡി എന്ന് പറഞ്ഞ ട്രപ്പീസിയത്തിന്റെ മൊത്തത്തിലുള്ള ഏരിയ ആണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ട്രയാങ്കിൾസിന്റെ ഏരിയയും കൂടി തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഇ ഡി ഇസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ സ്ക്വയർ. സോ എ ഇ ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ സ്ക്വയർ. അതുപോലെ തന്നെ ട്രയാങ്കിൾ എ ഇ ബിയുടെ ഏരിയ എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഇ ബി എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, നമുക്ക് ട്രപ്പീസിയത്തെ പറ്റി എന്താണ് അറിയുന്നത്? ഇതിന് മുന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ട്രപ്പീസിയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പെയർ ഓഫ് സൈഡ് എന്ന് പറയുന്നത് പാരലൽ ആയിരിക്കും അല്ലെ. ഞാനിവിടെ എ ബി പാരലൽ ടു ഡി സി എന്ന് എടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് എ ബി പാരലൽ ടു ഡി സി എന്നാണ് ഞാൻ കൺസിഡർ ചെയ്തത്. ഓക്കെ, സോ ട്രപ്പീസിയം ആയതുകൊണ്ട് ഒരു പെയർ എന്താണ്? പാരലൽ ആണ്. സോ ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ബാക്കി രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പോവാണ്. സോ ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ കൂടെ കണ്ടുപിടിച്ചാൽ നമുക്ക് മൊത്തത്തിലുള്ള ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടുപിടി. ദാറ്റ് ഈസ് മൊത്തത്തിലുള്ള ഏരിയ ആണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ
ഈ രണ്ട് ട്രയാങ്കിൾസിനെയാണ് ആദ്യം കൺസിഡർ ചെയ്യുന്നത്. ട്രയാങ്കിൾ ADB-നെയും അതുപോലെ ട്രയാങ്കിൾ ACB-നെയും. ഓക്കെ, സോ triangle ADB അതുപോലെ triangle ACB, that is ACB. ഓക്കെ ആണല്ലോ. സോ ഞാൻ ഈ ബേസിനെ ഇങ്ങനെ വെറുതെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓക്കെ, സോ AB എന്ന് പറഞ്ഞതാണ് ഈ രണ്ട് ട്രയാങ്കിളിന്റെ ബേസ്. അതുപോലെ തന്നെ ഈ രണ്ട് ട്രയാങ്കിളിന്റെ തേർഡ് വെർട്ടെക്സ് എന്ന് പറയുന്നത് ഡിയും സിയും ആണ്. ഓക്കെ, നമുക്ക് എന്താണ് ഇവിടെ കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് AB പാരലൽ ടു DC ആണ്. ദാറ്റ് ഇസ് AB പാരലൽ ടു DC ആണ്. ഓക്കെ, സോ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത അതേ റിസൾട്ട് വെച്ചിട്ടാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത്. എന്താണ്, ഈ രണ്ട് ട്രയാങ്കിളും എന്താണ് രണ്ട് പാരലൽ ലൈൻസിന്റെ ഇടയിലാണ്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് റിസൾട്ട് എന്താണ്, the triangles having their base and the third vertex parallel to its base will have what, the same area. അല്ലേ? സോ നമുക്ക് പറയാം area of triangle ADB equal to area of triangle ACB using the first result, ആദ്യത്തെ റിസൾട്ട് വെച്ചിട്ട്. ഓക്കെ, സോ നമുക്ക് ഈ ട്രയാങ്കിൾ ADB-യുടെ ഏരിയ നമുക്കറിയാം അല്ലെ. ഇത്ര ഭാഗം 10 സെന്റിമീറ്റർ സ്ക്വയറും അതുപോലെ ഇത്ര ഭാഗം എന്താണ് 20 സെന്റിമീറ്റർ സ്ക്വയറും ആണ്. ആണല്ലോ, നമുക്ക് തന്നിരിക്കുന്ന കാര്യം. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ ADB എത്രയാണ്, 10 + 20 അല്ലെ. 10 സെന്റിമീറ്റർ സ്ക്വയർ പ്ലസ് 20 സെന്റിമീറ്റർ സ്ക്വയർ ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ACB. അപ്പൊ ടോട്ടൽ എന്താണ്, 30 സെന്റിമീറ്റർ സ്ക്വയർ. സോ ട്രയാങ്കിൾ ACB-യുടെ ടോട്ടൽ ഏരിയയും എന്താവണം, 30 സെന്റിമീറ്റർ സ്ക്വയർ ആവണം. സോ ACB-യുടെ ടോട്ടൽ ഏരിയയും എന്താണ്, 30 സെന്റിമീറ്റർ ആവണം. ബട്ട് ഇവിടെ നമുക്ക് ഇത്ര ഭാഗത്തിന്റെ ഇത്ര പോർഷന്റെ ഏരിയ തന്നിട്ടുണ്ട്, എന്താണ് 20 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ ഇത് എത്രയായിരിക്കും, ഈ ഒരു റീജിയന്റെ ഏരിയ എത്രയായിരിക്കും, നമുക്കറിയാം ടോട്ടൽ ഏരിയ 30 ആണ്. അപ്പോ 20 + 10 അല്ലെ, അതല്ലേ 30. അപ്പോ നമ്മളെ ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ്, ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു സെക്ഷന്റെ ട്രയാങ്കിൾ BEC ന്റെ ഏരിയ നമുക്ക് കിട്ടി. എത്രയാണ്, 10 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയയും കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ട്രയാങ്കിളിന്റെ ഏരിയയും കൂടെ കിട്ടുകയാണെങ്കിൽ എന്താണ്, നമുക്ക് മൊത്തം ട്രപ്പീസിയത്തിന്റെ ഏരിയ കാണാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ട്രയാങ്കിൾ ഡിവിഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന സെക്ഷനിലെ ഫസ്റ്റ് റിസൾട്ട് ആണ്. ഓക്കെ, സോ അതിനു വേണ്ടിയിട്ട് വീണ്ടും ഞാൻ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം, ട്രയാങ്കിൾ ADB. ഓക്കെ, സോ അതിന് ഞാനിത് മാറ്റി വരയ്ക്കുന്നു. ABT. ഇനി നമുക്ക് ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും, A തൊട്ട് E വരെ എന്താണ്, A എന്ന് പറഞ്ഞ വെർട്ടെക്സിൽ നിന്നും DB എന്ന വെർട്ടെക്സിലേക്ക് ഒരു ലൈൻ പോകുന്നുണ്ട് അല്ലെ. ഈ ലൈന് E എന്ന് പറഞ്ഞ ഒരു ലൈൻ, AE എന്ന് പറഞ്ഞ ലൈന് നമുക്കിപ്പോ മനസ്സിലാക്കാം DB എന്ന ബേസിനെ രണ്ട് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലെ, DE എന്നും EB എന്നും. ഓക്കെ, അത് മാത്രമല്ല ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്, 10 സെന്റിമീറ്റർ സ്ക്വയറും 20 സെന്റിമീറ്റർ സ്ക്വയറും. ദാറ്റ് ഈസ് 10 and 20. അപ്പൊ നമ്മുടെ ട്രയാങ്കിൾ ഡിവിഷന്റെ ഫസ്റ്റ് റിസൾട്ട് എന്താണ്, ഓർമ്മയില്ലേ, എന്താണ്, ദ ലൈൻ ഫ്രം an opposite from a vertex of a triangle divides the area as well as the base in the same ratio. അല്ലെ, ഒരു ലൈന് ഒരു വെർട്ടെക്സ്, ഒരു ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സിൽ നിന്നും ഒരു ലൈന് ആ ട്രയാങ്കിളിന്റെ ബേസിനെ ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത് അതേ റേഷ്യോ തന്നെയായിരിക്കും ആ ട്രയാങ്കിളിന്റെ ഏരിയയും ഡിവൈഡ് ചെയ്യുന്നത്. ആണല്ലോ. സോ നമുക്കിവിടെ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ അറിയാം, പക്ഷെ ഈ രണ്ട് സൈഡിന്റെ റേഷ്യോ അറിയില്ല. സോ സപ്പോസ് ഈ സൈഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എക്സും വൈയും ആണ് എടുക്കുന്നത്. ഓക്കെ, സോ നമുക്ക് എഴുതാം
x is to y is equal to 10 is to 20. Using the first result of triangle division. Triangle division le ആദ്യത്തെ റിസൾട്ട് വെച്ചിട്ട് എന്താണ് റിസൾട്ട്? ഒരു ലൈന് നമ്മുടെ ബേസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ ബേസിനെ ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത് അതേ റേഷ്യോ തന്നെയായിരിക്കും ഫോം ചെയ്ത ട്രയാങ്കിളിന്റെ റേഷ്യോ കിടക്കുന്നത്. ഓക്കെ, സോ നമുക്ക് എഴുതാം എക്സ് ഇസ് ടു വൈ എന്ന് പറഞ്ഞാൽ എക്സ് ബൈ വൈ. സോ എക്സ് ബൈ വൈ ഇസ് ഈക്വൽ ടു 10/20. 10/20 നമുക്ക് ഇനിയും ചെറുതാക്കാം, സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. സോ എക്സ് ഇസ് ടു വൈ എന്ന് പറയുന്നത് 1:2 എന്ന റേഷ്യോയിലാണ്. സോ ഇവിടെ 1:2 എന്ന റേഷ്യോയിലാണ് ഈ ബേസ് കിടക്കുന്നത്. സോ ഇവിടുത്തെ റേഷ്യോ 1:2 ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഈ ട്രയാങ്കിൾ, അതായത് ട്രയാങ്കിൾ ACBനെ ഒന്ന് വരയ്ക്കാം. സോറി, ട്രയാങ്കിൾ BDCനെ നമുക്കൊന്ന് ഒന്നുകൂടെ ഒന്ന് വരയ്ക്കാം. ട്രയാങ്കിൾ BCD. ഇവിടെ CE എന്ന് പറഞ്ഞ ലൈന് ഈ ട്രയാങ്കിളിനെ എന്താണ് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ? ഓൾസോ DEയുടെയും EBയുടെയും റേഷ്യോ നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചു. എന്താണ്? 1:2. ഓക്കെ, ആൻഡ് ട്രയാങ്കിൾ ECB ഏരിയ എന്താണ്? 10 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അത് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. സോ ഇവിടെ 10 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താണ്? ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അതെങ്ങനെയാണ്? യൂസിങ് ദ സെയിം റിസൾട്ട് അല്ലെ? സോ നമുക്ക് എഴുതാം 1:2 ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, എക്സ് ഇസ് ടു 10. ദാറ്റ് ഈസ് എന്താണ്? 1/2 is equal to x by 10. അപ്പൊ എന്താണ്? 10 is equal to 2x. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ x is equal to 5. ഓക്കെ, സോ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ CED is equal to 5 centimeter square. ഓക്കെ ആണല്ലോ. ഇത് നമ്മുടെ ട്രയാങ്കിൾ ഡിവിഷനിലെ ഫസ്റ്റ് റിസൾട്ട് വെച്ചിട്ട് ഈ ലൈന് നമ്മുടെ ബേസ് ആയ DBയെ രണ്ട് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ഈ ബേസ് ഏത് റേഷ്യോയിലാണ് കിടക്കുന്നത് അതേ റേഷ്യോ തന്നെയായിരിക്കും ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയയുടെ റേഷ്യോ കിടക്കുന്നത്. സോ 1:2 is equal to x is to 10. സോ അതിൽ നിന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി. ദാറ്റ് ഈസ് 5 സെന്റിമീറ്റർ സ്ക്വയർ. സോ ഈ ട്രയാങ്കിളിന്റെ ഏരിയയും നമുക്ക് കിട്ടി 5 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ ആണല്ലോ. ഇപ്പൊ നമുക്ക് എന്താണ്? 4 ട്രപ്പീസിയത്തിന്റെ ഉള്ളിലുള്ള 4 ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ട്രപ്പീസിയം ABCയുടെ ഏരിയ കാണണം. അതെങ്ങനെയൊക്കെയാണ്? ഈ മൊത്തം ഏരിയ ആഡ് ചെയ്താൽ മതി. ഏരിയ എത്രയാവും? ടോട്ടൽ ഏരിയ is equal to area of trapezium ABCD is equal to 10 centimeter square plus 20 centimeter square plus 10 centimeter square plus 5 centimeter square. That is 10 plus 20 plus 10 plus 5. എത്ര കിട്ടും? 45 centimeter square. Hence നമ്മൾ ട്രപ്പീസിയത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായി? 45 centimeter square എന്ന് കിട്ടി. ഓക്കെ, ഈ സെക്ഷനിലെ ഏറ്റവും അവസാനത്തെ പ്രോബ്ലത്തിലേക്ക് പോവാം. ഈ പ്രോബ്ലം ഒരു ട്രപ്പീസിയം തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ പ്രോബ്ലത്തിൽ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ മൊത്തം ട്രപ്പീസിയത്തിന്റെ ഏരിയ കാണാനാണ് പറഞ്ഞത്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ എങ്ങനെ ചെയ്തു അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. സോ ആദ്യം തന്നെ ഞാൻ ഈ ട്രപ്പീസിയത്തിന്റെ പേര് കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് ABCD. അപ്പോൾ ABCD എന്ന് പറഞ്ഞ ട്രപ്പീസിയത്തിന്റെ ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട്. ഓൾസോ എന്താണ് ട്രപ്പീസിയത്തിന്റെ പ്രത്യേകത? എന്താണ്? ഒരു പെയർ എന്താണ്? പാരലൽ ആയിരിക്കും. പെയർ ഓഫ് സൈഡ് വിൽ ബി പാരലൽ. അപ്പൊ ഞാൻ AB പാരലൽ ടു DC എന്ന് എടുക്കുന്നു. ദാറ്റ് ഈസ് AB പാരലൽ ടു CD എന്ന് ഞാൻ എടുക്കുന്നു ട്രപ്പീസിയം ആയതുകൊണ്ട്. ഇനി നമുക്കിവിടെ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ രണ്ട് വേർട്ടെക്സ് ജോയിൻ ചെയ്യുന്ന പോയിന്റിന് ഞാൻ E എന്ന് കൊടുക്കുന്നു. ഇനി ട്രയാങ്കിൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ AEB എന്ന് പറയുന്നത് 9 സെന്റിമീറ്റർ സ്ക്വയർ. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ AEB
D is equal to 9 centimeter square. Also, area of triangle DEC എന്ന് പറയുന്നത് 4 centimeter square ആണ്. ഇത് രണ്ടും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ DEC is equal to 4 centimeter square. ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ എന്താണെന്ന് നമുക്ക് അറിയില്ല. സോ ഈ രണ്ട് ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ മൊത്തം ട്രപ്പീസിയത്തിന്റെ ഏരിയ കാണാം. അപ്പൊ നമുക്ക് ഈ രണ്ട് ഏരിയ കാണാം. എങ്ങനെ കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ആണ്. നമ്മൾ കഴിഞ്ഞ ചോദ്യം എങ്ങനെ ചെയ്തു അതേ രീതി തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ ആദ്യം എന്താ ചെയ്തത്? നമ്മൾ ചാപ്റ്ററിന്റെ ഏറ്റവും ഫസ്റ്റ് റിസൾട്ട് ഉപയോഗിച്ചിട്ട് രണ്ട് ട്രയാങ്കിൾ എന്താണ്, രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ ഈക്വൽ ആണെന്ന് കാണിച്ചു അല്ലെ? ദാറ്റ് ഈസ് ട്രയാങ്കിൾ ADB യും ട്രയാങ്കിൾ ACB യും അല്ലെ? ട്രയാങ്കിൾ ADB യും ട്രയാങ്കിൾ ACB യും ഇവ രണ്ടും എന്താണ്? രണ്ട് പാരലൽ സൈഡ്സിന്റെ ഇടയിലുള്ള രണ്ട് ട്രയാങ്കിൾസ് ആണ്. ഇവരുടെ ബേസും അതുപോലെ തന്നെ തേർഡ് വെർട്ടെക്സും എന്താണ്? പാരലൽ സൈഡിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ്? ഈക്വൽ ആയിരിക്കും അല്ലെ? സോ നമുക്കറിയാം, നമുക്ക് എഴുതാം ഏരിയ ഓഫ് ട്രയാങ്കിൾ ADB is equal to area of triangle ACB. ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ, കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തത് അതേ രീതി തന്നെ ഫസ്റ്റ് റിസൾട്ട് ഉപയോഗിച്ചിട്ട്. അപ്പൊ ഈ രണ്ട് ഏരിയ എന്താണ്? ഈക്വൽ ആണെന്ന് കിട്ടി. ഓൾസോ ഈ ഒരു റീജിയന്റെ ലെങ്ത് എന്ന് പറയുന്നത് 9 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി നമുക്ക് ADB എന്ന് പറഞ്ഞ ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ ആണല്ലോ? സോ ADB എന്ന് പറഞ്ഞ ട്രയാങ്കിളിനെ AE എന്ന് പറഞ്ഞ ലൈന്, ഇത്രയും ഭാഗം നമ്മൾ ശ്രദ്ധിക്കുക. AE എന്ന് പറഞ്ഞ ലൈന് വെച്ച് എന്താണ്? രണ്ട് ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ADBനെ ഇങ്ങനെ എഴുതാം. എങ്ങനെ? ADE പ്ലസ് ട്രയാങ്കിൾ AEB. ഓക്കെ, സോ ട്രയാങ്കിൾ ADE പ്ലസ് ട്രയാങ്കിൾ AEB. ഓക്കെ, ഇനി ട്രയാങ്കിൾ AEBന്റെ ലെങ്ത് എന്ന് പറയുന്നത് 9 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. ഇനി നമുക്ക് അതുപോലെ തന്നെ ട്രയാങ്കിൾ ACBനെ കൺസിഡർ ചെയ്യാം. സോ ട്രയാങ്കിൾ ACB എന്ന് പറയുന്നത് എന്താണ്? ഇതുപോലെ തന്നെ ACBയെയും BE എന്ന് പറഞ്ഞ ലൈൻ വരച്ചിട്ട് എന്താണ്? രണ്ട് ട്രയാങ്കിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ട്രയാങ്കിൾ AEBയും അതുപോലെ ട്രയാങ്കിൾ DECയും. ഓക്കെ, സോ അത് നമുക്ക് എഴുതാം. ട്രയാങ്കിൾ AEB പ്ലസ് ട്രയാങ്കിൾ EBC അല്ലെ? ഫസ്റ്റ് നമ്മൾ ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ ഈക്വൽ ആണെന്ന് കാണിച്ചു. എങ്ങനെ? ഫസ്റ്റ് റിസൾട്ട് വെച്ചിട്ട്. ഇനി നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ഓരോ ട്രയാങ്കിളിന്റെ വീതം നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഈ ADB എന്ന് പറഞ്ഞ ട്രയാങ്കിളിനെ AE എന്ന് പറഞ്ഞ ലൈന് വരച്ചതിന് ശേഷം എന്താണ്? രണ്ട് ട്രയാങ്കിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. സോ രണ്ട് ട്രയാങ്കിൾ ആയിട്ട് നമ്മൾ എഴുതി. അതുപോലെ ACB എന്ന് പറഞ്ഞ ട്രയാങ്കിളിനെയും എന്താണ്? BE എന്ന് പറഞ്ഞ ലൈന് രണ്ട് ട്രയാങ്കിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. സോ അത് നമ്മൾ എഴുതി. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത പ്രോബ്ലം, ഈ വീഡിയോ ക്ലാസ്സിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത പ്രോബ്ലം അനുസരിച്ച് തന്നെ നമുക്ക് ഇവിടെ നീങ്ങാം. ADB ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ADB ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ACB ആണ്. സോ ഇവിടെ LHS ഈക്വൽ ആയതുകൊണ്ട് RHS ഈക്വൽ ആണ് അല്ലെ? ഇവിടെ ഈ AEB എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ്? 9 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. സോ എന്താണ്? LHSഉം RHSഉം ഈക്വൽ ആവണം. അപ്പൊ അതിനർത്ഥം എന്താ? ട്രയാങ്കിൾ ADE must be equal to triangle EBC. സോ ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ്? ഈക്വൽ ആവണം അല്ലെ? പക്ഷെ നമുക്ക് ഇവിടെ വാല്യൂ ഒന്നും തന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളിന്റെ വാല്യൂ എന്താണ്? X ആയിട്ട് എടുക്കാം. ഈ രണ്ട് ട്രയാങ്കിൾ എന്താണ്? ഈക്വൽ ആണ് അല്ലെ? ബിക്കോസ് എന്താണ്? ട്രയാങ്കിൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ADB ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ACB ആയതുകൊണ്ട് ഈ രണ്ട് റീജിയന്റെ ഏരിയ എന്താണ്? ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് ആ റീജിയനെ X സെന്റിമീറ്റർ സ്ക്വയർ ആയിട്ട് എടുക്കാം. സോ ഇത് രണ്ടും X സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് എടുക്കാം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റേഷ്യോ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, സോ റേഷ്യോ കാണാം.
ഈ ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്യാണ്. ട്രയാങ്കിൾ എ ഡി ബി. സോ ട്രയാങ്കിൾ എ ഡി ബി എന്ന് പറഞ്ഞ ട്രയാങ്കിളില് എ ഇ എന്ന് പറഞ്ഞ ഒരു ലൈന് ഈ എ എന്ന് പറഞ്ഞ വെർട്ടെക്സിൽ നിന്ന് വരയ്ക്കുമ്പോൾ ഈ ബേസിനെ 2 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ഈ 2 ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 9 സെന്റിമീറ്ററും x സെന്റിമീറ്റർ സ്ക്വയറുമാണ്. നമുക്കറിയാം എന്താണ് ഈ ബേസിനെ ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തത് അതേ റേഷ്യോ തന്നെയായിരിക്കും ഈ 2 ട്രയാങ്കിളിന്റെ ഏരിയയുടെ റേഷ്യോ കിടക്കുന്നത്. സോ ഈ റേഷ്യോ എന്ന് പറയുന്നത് A:B ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ A:B is equal to what? X:9. ഓക്കെ, സോ അതവിടെ കിടക്കട്ടെ. അതുപോലെ തന്നെ ഈ ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാം BDC. ഓക്കെ, സോ അതിന് ഞാനൊന്ന് വരയ്ക്കുന്നു. BDC. ഇവിടെയും CE എന്ന് പറഞ്ഞ ലൈന് നമ്മുടെ ബേസ് ആയ BDയെ 2 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ 2 ട്രയാങ്കിളും ഫോം ചെയ്യുന്നു. സോ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ സ്ക്വയറും x സെന്റിമീറ്റർ സ്ക്വയറും ആണല്ലോ. ഈ 2 റീജിയന്റെ റേഷ്യോ ഇവിടെ എന്താണ്? A:B എന്നാണ്. സോ AB എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് CE എന്ന് പറഞ്ഞ ലൈന് ഇവിടെ ഈ 2 ഈ ബേസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതാം? This implies A:B is equal to 4:x. അല്ലേ? ഇനി A:B എന്ന് പറഞ്ഞാൽ എന്താ? 2 സൈഡിലും സെയിം ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? X:9 is equal to 4:x. അല്ലേ? അപ്പൊ എന്താകും? This implies X:9 എന്ന് പറഞ്ഞാൽ x/9. So x/9 is equal to 4/x. ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്. Implies x² is equal to 9 into 4. 9 into 4 എന്ന് പറഞ്ഞാൽ 36. ഓക്കെ, സോ x² എന്ന് പറയുന്നത് 36. അപ്പോൾ അങ്ങനെയാണെങ്കിൽ x എന്തായിരിക്കും? നമ്മൾ √36 കാണണം അല്ലെ? √36 എന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് കിട്ടും 6 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, സോ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഈ 2 ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? 6 സെന്റിമീറ്റർ സ്ക്വയർ ഈച്ച് ആണ്. സോ 6. ഇതെങ്ങനെ കണ്ടുപിടിച്ചെന്ന് മനസ്സിലായില്ലേ? നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം എന്താ ചെയ്തത് അത് തന്നെ, അതിന്റെ ഒരു റിപ്പീറ്റേഷൻ മാത്രമാണ്. അവിടെ നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിളിന്റെ ഏരിയയിൽ വ്യത്യാസം വന്നത് മാത്രം. ഇവിടെ ഈ 2 ഏരിയ നമുക്ക് അറിയില്ല. സോ ഫസ്റ്റ് നമ്മുടെ ചാപ്റ്ററിന്റെ ആദ്യത്തെ റിസൾട്ട് ഉപയോഗിച്ച് ഈ 2 ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് കണ്ടെത്തി. സോ അതിനുശേഷം നമ്മൾ റേഷ്യോ ട്രയാങ്കിൾ ഡിവിഷന്റെ ഫസ്റ്റ് റിസൾട്ട് വെച്ചിട്ട് നമ്മൾ എന്താണ് ഈ 2 ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടെത്തി. സോ ഏരിയ എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ സ്ക്വയർ ഈച്ച് ആണെന്ന് കിട്ടി. ഓക്കെ, സോ ഇവിടെ നമുക്കിപ്പോ 4 ട്രയാങ്കിൾസിന്റെ ഏരിയ കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചത് എന്താണ്? ഈ ട്രപ്പീസിയത്തിന്റെ ടോട്ടൽ ഏരിയ കാണാം. സോ ടോട്ടൽ ഏരിയ കണ്ടുകൂടെ? സോ ടോട്ടൽ ഏരിയ എന്തായിരിക്കും? സോ ടോട്ടൽ ഏരിയ equal to 6 plus 9 plus 6 plus 4. അല്ലെ? 6 plus 9 plus 6 plus 4 എത്ര കിട്ടും? 6 plus 9 പറഞ്ഞാൽ 15 plus 10 that is 25 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ഈ ടോട്ടൽ ട്രപ്പീസിയത്തിന്റെ ഏരിയ. ഓക്കെ ആണല്ലോ? സെയിം സ്റ്റെപ്സ് തന്നെ നമ്മൾ എടുത്തത്. നമ്മൾ 8ാമത്തെ ചോദ്യം എങ്ങനെ ചെയ്തു അതേ സ്റ്റെപ്പിൽ തന്നെയാണ് ഈ ചോദ്യം ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഈ 9ാമത്തെ ചോദ്യം ഡിസ്കസ് ചെയ്ത് തീരുന്നതോടെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ഏരിയ അഥവാ പരപ്പളവ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. നമ്മൾ ഈ ചാപ്റ്ററിന്റെ എല്ലാ തിയറി ഭാഗങ്ങളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ആക്ടിവിറ്റിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസും തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം പ്രോബ്ലംസ് നമ്മളിവിടെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാര് നമ്മൾ ഈ ചാപ്റ്ററിനെ ഓരോരോ സെക്ഷൻ ആയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഏകദേശം ഒരു 7-8 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. സോ നിങ്ങൾ എല്ലാ പാർട്ടും കാണുക, റിപ്പീറ്റ് ചെയ്ത് തന്നെ കാണുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ വീഡിയോ ക്ലാസ്സസ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലായ ലിസ്റ്റിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം.
നമ്മളെ ചാനൽ ഇപ്പൊ 9th സ്റ്റാൻഡേർഡിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഈ 9th സ്റ്റാൻഡേർഡിലെ എല്ലാ വിഷയങ്ങളും തന്നെ കവർ ചെയ്യുന്നുണ്ട്. സോഷ്യലിൽ തന്നെ ഹിസ്റ്ററിയും ജോഗ്രഫിയും, ഹിന്ദി, ഇംഗ്ലീഷ്, മാത്സ്, കെമിസ്ട്രി, ബയോളജി, അങ്ങനെ എല്ലാ വിഷയങ്ങളും, ഫിസിക്സും, അങ്ങനെ എല്ലാ വിഷയങ്ങളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ എല്ലാ വീഡിയോസും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ക്ലാസ് കാണുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.